ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് എനിക്ക് ചമ്മണപ്പൂട്ടിട്ട് തറയിൽ ഇരിക്കാമോ? എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് പ്രഗ്നൻസി ആകാൻ എന്തെങ്കിലും തടസ്സം നേരിടുമോ? എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നേരെ കിടക്കാമോ? ചരിഞ്ഞ് കിടക്കാമോ? ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എംബ്രിയോ ട്രാൻസ്ഫറിന് പോകുന്ന അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ കാണും. സമയക്കുറവ് മൂലം ഡോക്ടറോട് ഇങ്ങനത്തെ നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല. ഈ വീഡിയോ നിങ്ങൾ IVF ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ IVF ട്രീറ്റ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതും അല്ലെങ്കിൽ IVFൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് എലമെൻറ്റ്സ് എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയിൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എന്തൊക്കെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു പ്രോസസ്സ് IVFൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുറേ മാസത്തെ ഒരു പ്രയത്നത്തിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയറാണ്. നമ്മുടെ മനസ്സിലെ പ്രതീക്ഷകളും ആശകളും ഒക്കെ ഈ ഒരു സ്റ്റെപ്പിൽ വന്ന് നിൽക്കും. ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. വീട്ടിലിരുന്ന് തന്നെ കെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു പോയിന്റിൽ കടന്നു വരും. അത് നോർമലാണ്. ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നോർമൽ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാമോ? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ഇനിയും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എംബ്രിയോ നമ്മൾ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സാധാരണ ആളുകൾ വിചാരിക്കുന്നത് യൂട്രസിൻ്റെ അകത്ത് എംബ്രിയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇരിക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ ഈ എംബ്രിയോ താഴെയും മേളിലോട്ടും ഒക്കെ മൂവ് ആകുമെന്നാണ്. പക്ഷേ സത്യത്തിൽ എൻഡോമെട്രിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാവിറ്റി പോലെയല്ല. എൻഡോമെട്രിയത്തിൻ്റെ രണ്ട് പാളികളും തമ്മിൽ ഒരുമിച്ച് അറ്റാച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കോട്ടാണ് നമ്മൾ എംബ്രിയോനെ നിക്ഷേപിക്കുന്നത്. നിങ്ങൾ ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, കിടക്കുമ്പോൾ ഒന്നും ഈ എംബ്രിയോ അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറിപ്പോകില്ല. അതുകൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം മാക്സിമം ഒരു 10 തൊട്ട് 15 മിനിറ്റ് റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് നടക്കുന്നതിന് ഒന്നും ഒരു പ്രോബ്ലവുമില്ല. നിങ്ങൾക്ക് നടക്കാം, ഇരിക്കാം. ഇതൊന്നും നിങ്ങളുടെ IVFൻ്റെ റിസൾട്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് ചോദിച്ച ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാമോ എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് അത് നിങ്ങളുടെ IVF റിസൾട്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ട്രാവലിംഗ് ചെയ്യാമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കാണും. കൂടുതലും ആളുകൾ ദൂരെ പോയിട്ടായിരിക്കും IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് 1 അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ആവാതെ യാത്ര ചെയ്യാം. നിങ്ങളുടെ വീട് ഒരുപാട് ദൂരെയല്ല. ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്തുമെങ്കിൽ, റോഡ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ എയർ ട്രാവൽ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് IVF ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ കേസസിൽ നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 1 അല്ലെങ്കിൽ 2 ദിവസം
കഴിഞ്ഞ് എയർ ട്രാവൽ ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജേർണി 2 മണിക്കൂറിൽ കൂടുതൽ ഉള്ളതാണെങ്കിൽ 2 പ്രിക്വേഷൻസ് നിങ്ങൾ എന്തായാലും എടുക്കണം. ആദ്യത്തെ പ്രിക്വേഷൻ എന്ന് പറയുന്നത് യൂറിൻ ഒരുപാട് നേരം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പ്രിക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ കാറിലായാലും ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആകും. അപ്പോൾ ക്ലോട്ട് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. സ്പെഷ്യലി ലോങ് ഫ്ലൈറ്റ് യാത്രയിൽ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെയുള്ള യാത്രയിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടിരിക്കാതെ കുറച്ച് ഇരുന്നതിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്നതിന് ശേഷം മാത്രം പിന്നെയും ഇരിക്കുക. നിങ്ങൾ ഈ 2 പ്രിക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ യാത്ര ചെയ്യാവുന്നതാണ്. ഇനിയും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെഡിസിൻ മിസ് ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം സാധാരണയായി പേഷ്യൻസ് മെഡിസിൻസ് എടുക്കും, പക്ഷേ ടൈമിന് വ്യത്യാസം വരാറുണ്ട്. എംബ്രിയോൻ്റെ ഇംപ്ലാന്റേഷൻ മുഴുവനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഈ സപ്ലിമെൻറ്റ്സിനെ ബേസ് ചെയ്താണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മെഡിസിൻ പറഞ്ഞിരിക്കുന്ന ഡോസിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒട്ടും റിസ്ക് എടുക്കരുത്. പിന്നെ നിങ്ങളോട് ബീറ്റ HCG ടെസ്റ്റിന് പറഞ്ഞേക്കുന്ന ദിവസത്തിൽ നിന്നും ഒരു 2-3 ദിവസത്തേക്ക് കൂടി കൂടുതൽ മെഡിസിൻസ് നിങ്ങൾ കയ്യിൽ കരുതുക. ടെസ്റ്റിന് ശേഷം റിപ്പോർട്ട് വരുന്നത് വരെ നിങ്ങളുടെ മെഡിസിൻസ് മുടങ്ങാൻ പാടില്ല. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പെൽവിക് റെസ്റ്റ് ആണ്. ഇന്റർകോഴ്സ് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് ഇന്റർകോഴ്സ് മൂലമുള്ള കോൺട്രാക്ഷൻസ് എംബ്രിയോ ഇംപ്ലാന്റേഷന് തടസ്സം ഉണ്ടാക്കും എന്നാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കോൺസ്റ്റിപ്പേഷനെ റിലേറ്റ് ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോൺസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്രൊജസ്ട്രോൺ ഇൻറ്റസ്റ്റൈൻ്റെ മോട്ടിലിറ്റിയെ സ്ലോ ചെയ്യും. അതുകൊണ്ട് നാച്ചുറലി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി വരും. കോൺസ്റ്റിപ്പേഷൻ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വയറുവേദന, വയറ് വീർത്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ചിലപ്പോഴൊക്കെ പൈൽസ്, ഫിഷർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സമ്മതിക്കരുത്. ഡയറ്റിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫൈബർ റിച്ച് ഡയറ്റ് എടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെയും കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റൂൾ സോഫ്റ്റ്നർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം റിസൾട്ടിനെ ഓർത്ത് ഒരു തരത്തിലുള്ള ആൻസൈറ്റിയും ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ. എനിക്കറിയാം, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്രയും പറ്റുമോ അത്രയും നിങ്ങൾ നിങ്ങളുടെ ആൻസൈറ്റി, ടെൻഷൻ ഒക്കെ മാനേജ് ചെയ്യുക. കാരണം റിസൾട്ടിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ 100% ചെയ്തു കഴിഞ്ഞു. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ എത്ര ചിന്തിച്ചാലും എത്ര ടെൻഷൻ എടുത്താലും നമ്മുടെ ഔട്ട്കം ഇംപ്രൂവ് ആകില്ല. ഓപ്പോസിറ്റ് ആയിട്ട് സ്ട്രെസ് മൂലമുള്ള നെഗറ്റീവ് ഹോർമോൺസ് കൊണ്ട് നമ്മുടെ ഔട്ട്കം നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ എത്രയും നിങ്ങളെ കൊണ്ട് പറ്റുമോ അത്രയും നിങ്ങൾ ശ്രമിക്കുക. നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക. ഒരുപാട് റെസ്റ്റ് എടുക്കരുത്, എന്നാലും നിങ്ങൾ റെസ്റ്റ് എടുക്കുക. മെഡിസിൻസ് മിസ് ചെയ്യാതിരിക്കുക, ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയുമൊക്കെ പ്രിക്വേഷൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കും, റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതുമൂലം നിങ്ങളുടെ റിസൾട്ടും പോസിറ്റീവ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് IVF ചെയ്യുന്ന നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വക
ആകുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഡിയർ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയോ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വീഡിയോ ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതും എത്രയും വേഗം തന്നെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചാനലിലെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.